ഹലോ ഡിയേഴ്സ്, അപ്പോൾ കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പ്രഗ്നൻസിയും ബെഡ് റെസ്റ്റും ഒക്കെ ആയിട്ട് ആകെ ലോക്കായി പോയി. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന 7-ാം മാസത്തെ ചടങ്ങും പൊങ്കാലയൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്കിപ്പോഴും ബെഡ് റെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ചടങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് എണീറ്റ് വന്നിരുന്നു എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മയും ചേട്ടനും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി ആയിട്ടാണ് ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ പൊങ്കാല ഇടുന്നതിന് മുന്നേയായിട്ട് ഗണപതി ഒരുക്കി വെക്കും. ഗണപതിക്ക് പടുക്ക വയ്ക്കാമെന്ന് നമ്മുടെ ഇവിടെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാണകം മെഴുകുകയാണ് തറയിൽ. അമ്മയാണ് ചെയ്തു തരുന്നത്. അത് കഴിഞ്ഞിട്ട് ഗണപതി ഒരുക്കി വെച്ചിട്ടാണ് പൊങ്കാല ഇടുന്നത്. ചെറിയൊരു ഉരുള ചാണകത്തിൽ ഒരു തുളസിക്കതിരും വെച്ചിട്ട് അത് ഗണപതി ഭഗവാനായിട്ട് സങ്കല്പിച്ചാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഒരു വെറ്റില, പാക്ക്, പൊരി, പഴം, അവില്, മലരെന്നൊക്കെ പറയും. നമ്മൾ പൊരി പഴം എന്നൊക്കെ പറയും കേട്ടോ. അവില്, പൊരി, പഴം അതൊക്കെ വെച്ചിട്ടാണ് ഗണപതി ഒരുക്കി വയ്ക്കുന്നത്. പിന്നെ ഈ കാണുന്ന പോലെ കിണ്ടിയും വിളക്കും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പൊങ്കാലയിലോട്ട് കിടക്കുന്നത്. സൂര്യദേവന് പൊങ്കാല അർപ്പിക്കുന്നതായിട്ടാണ് സങ്കല്പം കേട്ടോ. അതിൻ്റെ ബാക്കി ഐതിഹ്യവും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു വിശ്വാസം, അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നതേ ഉള്ളൂ. പകുതി മുക്കാൽ കാര്യങ്ങളും ചേട്ടനും അമ്മയും കൂടെ തന്നെയാണ് ചെയ്തത് കേട്ടോ. ഞാൻ ജസ്റ്റ് അടുപ്പ് കത്തിച്ചു, അരിയിട്ടു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം എണീറ്റ് നടക്കാനുള്ള പെർമിഷനൊന്നും ഡോക്ടർ തന്നിട്ടില്ല. അത് മാത്രമല്ല, ഒരു 4-5 മാസമായിട്ട് ഒരേ കിടപ്പായതുകൊണ്ട് തന്നെ കുനിയാനും നിവരാനും നടക്കാനും ഒക്കെ ബോഡിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗണപതി ഒരുക്കൊക്കെ റെഡിയാക്കി വിളക്ക് എത്തിച്ചെന്നത് അമ്മയാണ് കേട്ടോ. അപ്പോൾ ഈ ദീപത്തിൽ നിന്നാണ് ഇനി അടുപ്പിലോട്ട് തീ കത്തിക്കുന്നത്. സാധാരണ അമ്പലത്തിലൊക്കെ ഇടുന്ന പോലെ ശർക്കര പായസം തന്നെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഞാൻ അടുപ്പിലോട്ട് തീ കൊളുത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ കേട്ടോ.
അപ്പോൾ അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്ത് തളിക്കുന്ന ഒരു ചടങ്ങുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ. എനിക്കിതിനെ പറ്റിയിട്ടൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. ഒന്നാമത് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിനെ പറ്റിയിട്ട് ഒരു അറിവും ഇല്ലാത്തത് കൊണ്ട് എന്താണ് എങ്ങനെയാണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. അച്ഛൻ പറയണ പോലെയൊക്കെ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ സന്തോഷമായിട്ട് പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 7ാം മാസത്തിൽ എന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന പരിപാടിയായിരുന്നു. ഒരു 11:30 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. പിന്നെ ഇത് തളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പത്തുനിന്ന് ഈ പൊങ്കാല താഴത്തോട്ട് ഇറക്കി വെച്ച്, അത് ചേട്ടനാണ് വെച്ചത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് റെഡി ആവണം. അവരൊക്കെ വരുന്ന ടൈമിൽ ഒന്ന് സാരിയൊക്കെ കൊടുത്ത് ഇനി ഒന്ന് സെറ്റ് ആവണം. അപ്പോൾ ഇതാ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടാളും റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാൻ സാരിയൊക്കെ എടുത്തിട്ടിരിപ്പുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കല്യാണ സാരി. ഒരു 7 വർഷം മുമ്പ് പെട്ടെന്ന് തീരുമാനിച്ചൊരു കല്യാണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രീതിയിൽ ഓടി നടന്നെടുത്ത സാരിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് ഈ സാരി ഉടുക്കുന്നത്. ഇപ്പോൾ എല്ലാവരും വളകാപ്പും അങ്ങനത്തെ പരിപാടികളൊക്കെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ ചടങ്ങൊന്നും, വളയിടുന്ന ചടങ്ങൊന്നുമില്ല. നമുക്കിതുപോലെ പലഹാരമൊക്കെ രണ്ടുപേർക്കും തരുന്ന അങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ ആദ്യം എൻ്റെ അമ്മയാണ് തന്നത്. അങ്ങനെയാണ് എന്നെല്ലാവരും പറഞ്ഞു, അമ്മയാണ് തരേണ്ടതെന്നുള്ളത്. അങ്ങനെ പിന്നെ ബാക്കി റിലേറ്റീവ്സും എൻ്റെ മാമിമാർ, കുഞ്ഞമ്മ, വലിയമ്മമാർ, അങ്ങനെ ചേട്ടൻ്റെ അമ്മ, അങ്ങനെ ഫാമിലിയിലുള്ള മുതിർന്ന ആൾക്കാർ എല്ലാവരും വന്നിട്ട് നമുക്ക് പലഹാരമൊക്കെ തരണുണ്ട്. ശരിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. നമ്മുടെ ഫാമിലിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ചടങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിട്ട് അങ്ങനെ പോയി. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും നമുക്ക് പലഹാരമൊക്കെ തന്ന്, മധുരം തരുന്നൊരു പരിപാടിയാണ്. അങ്ങനെ പലഹാരമൊക്കെ തന്നു കഴിഞ്ഞ് ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നത് കേട്ടോ. സദ്യയായിരുന്നു, നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലായിരുന്നു സദ്യയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താഴെ നമ്മുടെ ഈ ടേബിളിൽ അവരെല്ലാം ഇട്ട് തരുമായിരുന്നു. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും വിളമ്പുന്നുണ്ട്. നല്ല അടിപൊളി സദ്യയാണ്. ഇതാണ് ഞങ്ങളുടെ ആദ്യക്കുട്ടൻ കേട്ടോ. അവൻ നല്ല പാട്ടൊക്കെ കേട്ട് വൈബടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ചൂടത്തി സാരിയൊക്കെ ചുറ്റിപ്പിടിച്ചിരുന്ന സത്യം പറഞ്ഞാൽ സദ്യ ഒന്നും അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. എന്നാലും നമുക്ക് ഫുഡ് മുഖ്യമാണല്ലോ. അങ്ങനെ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ അങ്ങനെ കഴിച്ച് പിന്നെ നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. അമ്മയുടെ കയ്യിലിരിക്കുന്ന ഭരണിയിൽ എണ്ണയാണ് കേട്ടോ. പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കാൻ എന്നുള്ള രീതിയിലാണ് എണ്ണ വന്നിടുന്നത്. അപ്പം ഞാൻ എൻ്റെ ചേട്ടൻ്റെ കാലൊക്കെ തൊട്ട് തൊഴുത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. സങ്കടമാണോ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് ഇടണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബെഡ് റെസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. തുടക്ക സമയത്തൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് വഴിയേ കാണാം.